Welcome my dear students. Welcome to our online class. Today we are going to discuss about our first topic, Right to Information Act. So today we are going to discuss about Right to Information Act. Right to Information Act in 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ്. ഇപ്പൊ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ ഓരോ വിവരങ്ങൾ അന്വേഷിച്ച് പല കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ സർക്കാർ ഓഫീസുകളിൽ പോവാറുണ്ട്. ഇത്തരം സമയത്ത് കറക്റ്റായിട്ടുള്ള വിവരം ലഭിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ആക്ട് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പം രണ്ട് വ്യക്തികൾ PSC എക്സാം എഴുതി, രണ്ട് പേർക്കും സെയിം മാർക്കാണ്. അതിൽ A എന്നും B എന്നും പറയുന്ന രണ്ട് വ്യക്തികൾ എക്സാം എഴുതിയതിൽ എക്കും ബിക്കും സെയിം മാർക്കായിട്ട് A എന്ന് പറയുന്ന വ്യക്തിക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് അപ്പോയിന്റ് ചെയ്തില്ല, B ആണ് അപ്പോയിന്റ് ചെയ്തത്. ഇവിടെ എക്ക് അറിയണം എന്തുകൊണ്ട് എന്നെ റിജക്ട് ചെയ്തു എന്നുള്ളത്. അവിടെ ആ ഒരു വ്യക്തിക്ക് അത് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അത്തരം സമയത്ത് ഇൻഫോർമേഷൻ കമ്മീഷന് അദ്ദേഹത്തിന് പരാതി നൽകാവുന്നതാണ്. ഇത്തരം പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന് വിവരാവകാശ നിയമം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എഫേർട്ട് ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഗതം ഓഫ് രാജസ്ഥാൻ ഹാസ് ലേഡ് ടു ദി ലെജിസ്ലേറ്റീവ് ഓഫ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. of Mazdoor Kisan Shakti Sangadam of Rajasthan has led to the legislation of the Right to Information Act. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നയിച്ച പ്രവർത്തനങ്ങളാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലേക്ക് നയിച്ചത്. The main objective of Right to Information Act, first one is prevent the corruption, അഴിമതി തടയുക. Second one is the create responsibility, and the third one is the make the function of government become more transparent. These are the main objective of the Right to Information Act. Right to Information Actന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് പ്രിവെന്റ് കറപ്ഷൻ, എന്ത് തടയുക, ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതി എന്ത് ചെയ്യുക, തടയുക എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി, ഉദ്യോഗസ്ഥർക്കിടയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കിടയിൽ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഉത്തരവാദിത്തം ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ മേക്ക് ഫംഗ്ഷൻ ഓഫ് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ്, ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസ് പ്രവർത്തനങ്ങൾ എന്താക്കുക, സുതാര്യമാക്കുക. These are the main objective of the Right to Information Act. Which are the main objective of the Right to Information Act? First one is the prevent corruption. What is second one is the create responsibility, and the third one is the function of the government transparent. ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസ് എന്താക്കുക, കൂടുതൽ സുതാര്യമാക്കുക. These are the objective of the Right to Information Act. So, if the citizen apply for the public document, then by this act they will get copies of the public document. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഇപ്പോൾ പൊതുജനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ലഭിക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് വ്യക്തികൾ PSC ലിസ്റ്റിൽ വന്നിട്ട് ഒരാളെയാണ് അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ PSCന്റെ ഡോക്യുമെന്റ്സ് എനിക്ക് ആവശ്യമാണെന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ കോപ്പി നമുക്ക് ലഭിക്കാൻ, ആ വ്യക്തികൾക്ക് ലഭിക്കാൻ ഏത് ആക്ടിലൂടെ ലഭ്യമാകുന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെ. Going to discuss about Information Commission now. Now we can check the Information Commission, the structure of the Information Commission and the function of the Information Commission. We already studied Right to Information Act. We know Right to Information Act പ്രകാരം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിവരങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള അഴിമതികളെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് പബ്ലിക് ഡോക്യുമെന്റ് ലഭിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ നിയമങ്ങളെ ഫംഗ്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഇൻഫർമേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് രൂപീകരിച്ചിട്ടുണ്ട്? ഇൻഫർമേഷൻ കമ്മീഷൻ. നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എന്തിനു വേണ്ടിയിട്ടാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫംഗ്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദി ഫംഗ്ഷനിങ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, Commission are constituted at national level and state level. Information Commission are constituted to perform the function under the Right to Information Act at national level and state level. Now we can look the members of the Information Commission. Of the Information Commission are A.
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ്. ഇവിടെ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത മെമ്പേഴ്സുമാണ് ഏതിലുള്ളത്? ഈ ഇൻഫർമേഷൻ കമ്മീഷനിലുള്ളത്. Who were the members of the information commission? Yes, first one is the A, chief information commissioner, and not more than 10 members. They are included the members of the information commission. When we can approach the information commission, എപ്പോഴാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിക്കാം? ഇപ്പൊ നമ്മൾ ഒരു ഓഫീസിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് അവർ നൽകുന്നതെങ്കിൽ വി ക്യാൻ അപ്പീൽ ദ ഇൻഫർമേഷൻ കമ്മീഷൻ. നമുക്ക് ആർക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്? ഇൻഫർമേഷൻ കമ്മീഷണർക്ക്. സോ വൺ ക്യാൻ അപ്രോച്ച് ദ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് ഫയൽ ദ അപ്പീൽ when if the authority do not give the information or gave wrong and unsatisfactory reply. At that situation, one can approach the information commission. After getting appeal from the person, if the commission is convinced, a fine of rupees 250 per day can be imposed on the employee concerned till the information is given. ഒരാൾ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺവിൻസ്ഡ് ആണ്, അത് ശരിയാണെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനുമേൽ കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നത് വരെ ഓരോ ദിവസവും 250 റുപ്പീസ് ഈ ഓഫീസറുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മേൽ എന്ത് ഈടാക്കുന്നതാണ്? പിഴ ഈടാക്കുന്നതാണ്. സോ ഡു യു അണ്ടർസ്റ്റുഡ് ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഡു യു സീ ലൈക്ക് ദിസ് പിക്ചേഴ്സ് ഇൻ ഗവൺമെന്റ് ഓഫീസ്? ഗവൺമെന്റ് ഓഫീസുകളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ബോർഡ് കണ്ടിട്ടുണ്ടോ? വില്ലേജ് ഓഫീസുകളിലും റേഷൻ കടകളിലും എല്ലാം ഇത്തരത്തിലുള്ള ബോർഡ് നമുക്ക് കാണാൻ സാധ്യമാണ്. പറയുന്നത് ആ സ്ഥാപനത്തിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്നതാണ് ആ ബോർഡ്. സോ ദിസ് ബോർഡ് ഹെൽപ്പ് ടു ദ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ സർവീസ് പ്രൊവൈഡ് ദാറ്റ് ഓഫീസ്. ആ ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ബോർഡ് എന്ത് ചെയ്യുന്നത്? ഷോ ചെയ്യുന്നത്. ഫോർ ദിസ് ദർ ഈസ് ആൻ ആക്ട് ദാറ്റ് ഈസ് കോൾഡ് റൈറ്റ് ടു സർവീസ് ആക്ട്. The name of that act is Right to Service Act. What is Right to Service Act? Right to Service Act is a law which ensure service to the people. This law determines the time limit for every government service given by a government office. Right to Service Act is a law which ensure service to the people. This law determines the time limit for every service given by a government office. ഗവൺമെന്റ് സർവീസസ് ജനങ്ങളിലേക്ക് കൃത്യമായിട്ടും ഉറപ്പായിട്ടും എത്തിക്കാൻ അവസരമൊരുക്കുന്ന ആക്ടാണ് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ വിവരങ്ങൾ അറിയാനുള്ള റൈറ്റ് ആയിരുന്നു. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് സമയബന്ധിതമായിട്ട് എത്തുവാൻ അത് ഉറപ്പുവരുത്തുന്ന ആക്ടാണ് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇൻകം സർട്ടിഫിക്കറ്റിന് പഞ്ചായത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓരോ സർവീസസും എത്ര സമയത്തിനുള്ളിൽ ലഭിക്കണം എന്നുള്ളത് അവിടെ സെറ്റാണ്. ഇങ്ങനെ 10 ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർവീസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് 10 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കണം. അത് ഉറപ്പുവരുത്തുന്ന ആക്ടാണ് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത്. To this act, for all government officers, they are appointed a person to guiding and helping the applicant. ഈ റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം എല്ലാ ഗവൺമെന്റ് ഓഫീസസിലും ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാകും. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്ലിക്കന്റിനെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു ഇൻകം സർട്ടിഫിക്കറ്റിന് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് 10 ഡേയ്സിനുള്ളിലാണ് ഇൻകം സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടത്. 10 ഡേയ്സ് കഴിഞ്ഞിട്ടും നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ ആ എംപ്ലോയിക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതും ആ എംപ്ലോയി ഫൈൻ അടയ്ക്കേണ്ടതുമാണ്. ഇഫ് ദ സർവീസ് ഈസ് നോട്ട് ഗിവൺ വിത്ത് ടൈം ലിമിറ്റ്, ദ റെസ്പോൺസിബിൾ എംപ്ലോയി ഷുഡ് പേ എ ഫൈൻ. ഇതിന് ഉത്തരവാദിയായിട്ട് നമുക്ക് ആ സർവീസ് ലഭിക്കുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള എംപ്ലോയി എന്ത് നൽകേണ്ടതാണ്? ഫൈൻ നൽകേണ്ടതാണ്. സ്റ്റുഡൻസ്, ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു സർവീസ് ആക്ട്. I think all of you understood this. Let's wind up today's class. Thank you. See you in the next class.